നമസ്കാരം. ടർബോ അങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് അത്ര കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, പക്ഷേ ആരും മോശമായിട്ടൊരു അഭിപ്രായം സിനിമയായിട്ട് പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മമ്മൂക്കാൻ്റെ സ്റ്റോറി സെലക്ഷൻ്റെ ഗ്യാരണ്ടി അതാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് പാറ്റേണിൻ്റെ ഒരു ഗ്യാരണ്ടി അതാണ്. മമ്മൂട്ടി കമ്പനീൻ്റെ ഒരു ഗ്യാരണ്ടിയും അതുതന്നെയാണ്. കാര്യം ഈ 3 കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആ സിനിമ മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി എന്തൊക്കെ അഭിപ്രായങ്ങൾ കേട്ടാലും നമുക്ക് ഈ ഒരു കാര്യങ്ങളെ വിശ്വസിച്ച് വേണം ആ സിനിമ കാണാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എടുത്തിട്ടുണ്ട്. കാര്യം ആ ഒരു സിനിമയെ മിഥുൻ മാനുവലിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ. ഒരു സിനിമ ഹിറ്റടിക്കാൻ എന്തൊക്കെ വേണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു. വിനീത് ശ്രീനിവാസനും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഹിറ്റടിക്കാൻ എന്തൊക്കെ വേണം. ഇപ്പോൾ സ്റ്റോറിൻ്റെതായിട്ടുള്ളൊരു ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ലൈനിൽ നിന്ന് മാറി ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ കിരീടം അല്ലെങ്കിൽ ചെങ്കോല് അതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സിനിമയെ വിജയിപ്പിക്കാനുള്ള രീതിയിലുള്ള സ്റ്റോറിയല്ല അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റോറി എങ്ങനെ പോകുന്നു അതിലൂടെ എഴുതപ്പെട്ടിരിക്കുന്ന സ്റ്റോറിയാണത്. ഓക്കെ, അപ്പോൾ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മിഥുൻ മാനുവൽ തോമസ് ഒക്കെയാണ് അങ്ങനെയുള്ള സിനിമകൾ എഴുതുന്നതെങ്കിൽ അത് കഥ വേറെ മാറ്റിയെടുത്ത് ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴും നായകന് ഒരു സപ്പോർട്ടീവായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ സ്റ്റോറി മൊത്തം മാറും. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് മിഥുൻ മാനുവൽ തോമസിനെ മനസ്സിലായത്. സ്റ്റോറി എങ്ങനെ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അത് അവസാനിക്കുമ്പോൾ പ്രേക്ഷകർ സന്തോഷം വരണം. അങ്ങനെയുള്ള ഒരു സ്റ്റോറി റൈറ്ററാണ് മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ സിനിമയാണ് ടർബോ. അത്രയും നല്ല രീതിയിൽ കണ്ടിട്ടില്ല. സിനിമ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണണം. അപ്പോൾ ഈ സ്റ്റോറി വരുമ്പോൾ തന്നെ ഇപ്പോൾ അറിയാം, മമ്മൂട്ടി അടുത്ത കാലം സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും വളരെ ഡിഫറൻറ്റ് ജോണറുള്ള സിനിമകളാണ്. ഇപ്പോൾ ഇതിന് ടർബോയ്ക്ക് ശേഷം അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമ വേറെ ആയിരിക്കും. അപ്പോൾ അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെർസറ്റാലിറ്റി കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ്. വർഷങ്ങളായിട്ടുണ്ട്. ഈ സമീപകാലത്തും അത് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ മമ്മൂക്കായും ലാലേട്ടനൊക്കെ സൂപ്പർ സ്റ്റാർ ആയതല്ല, അവർ ഇത്ര നാളത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇപ്പോൾ മാസ് മസാല എന്ന് പറഞ്ഞ് മമ്മൂക്ക ലാസ്റ്റ് ചെയ്തത് ഭീഷ്മപർവമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ടർബോയാണ്. പക്ഷേ ഭീഷ്മപർവം എന്ന് പറയുമ്പോൾ ഒരു ന്യൂഡൽഹി മോഡൽ സിനിമയാണ്. അതായത് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട്, ഒരു ഗ്യാങ്ങിനെ വെച്ചിട്ട് ഒരു ടീമിനെ ഒതുക്കുക. ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നമുക്ക് ബാക്കി അടിച്ചൊതുക്കുന്നതൊക്കെ ടീമുകൾ. അതേപോലെയായിരുന്നു ന്യൂഡൽഹി. ടർബോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു കോട്ടയം കുഞ്ഞിച്ച സ്റ്റൈൽ അല്ലെങ്കിൽ ആ മോഡൽ ഒരു കോട്ടയാച്ചാനായിട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് നമുക്കതിൻ്റെ. അപ്പോൾ ആ ഒരു ടോൺ പിടിച്ച് തന്നെയാണ് ടർബോ ചെയ്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ രാവിലെ തുടങ്ങി ഒത്തിരി അഭിപ്രായങ്ങൾ ഈ സിനിമയുടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫാൻസുകാർ ഇപ്പോൾ ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കായാലും ചില ഫാൻസുകാർ അന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, അതിപ്പോൾ പണ്ട് നമ്മുടെ ആറാട്ടെണ്ണൻ സംസാരിച്ച പോലെ. ആറാട്ടെണ്ണൻ്റെ രാശിയായിരുന്നു കേട്ടോ ഈ ഓൺലൈൻ ചാനലുകാർക്ക്. ആറാട്ടെണ്ണനെ കിട്ടിയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെയാണ് നമ്മുടെ കുറേ അണ്ണന്മാർ വന്നത്. ഇപ്പോൾ ഏതാണ് പ്രസംഗാണ്ണൻ, ക്രിസ്റ്റഫർ അണ്ണൻ, ഓരോ സിനിമകൾ പറയുമ്പോൾ ഓരോ അണ്ണന്മാർ അവിടെ നിന്ന് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2-3 പേരെ അങ്ങനെ കണ്ടു. ഞാൻ അതിൻ്റെ ഒരു 1-2 വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്കൊരാളെ കാണാം. അയാൾ പറയണത് നോക്കിയാണ് കേട്ടോ. സ്റ്റോറി, ആക്ഷൻ, ബിജിഎം എല്ലാം കൊണ്ടും പക്ക ഒരു രക്ഷയില്ല, കിട്ടില്ല പടം, സൂപ്പർ പടം. മമ്മൂക്ക പിന്നെ പറയണ്ടല്ലോ മച്ചാൻ, 72-73 വയസ്സിലൊക്കെ കിടക്കുന്നത് തിളക്കണെന്ന് വെച്ചാൽ മനസ്സിലെ ഒരു രക്ഷയില്ല, കിട്ടില്ല പടം. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ അന്യ ഫൈറ്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്, കിട്ടില്ല പടം. ഒന്നും കൊണ്ട് മനസ്സിലായ രണ്ടാം ഭാഗം ഒന്നും നോക്കണ്ട, ഫസ്റ്റ് ഭാഗം തന്നെ ഓക്കെ മനസ്സിലായ. 2ാം ഭാഗത്തിന് വെയിറ്റിംഗില്ല, ഇതിലേക്ക് ക്ലോസ് ആണ്. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, പുള്ളി അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് പറയുവാണ്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞെന്ന് വിചാരിച്ച് അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് പറയാനോ ഒന്ന് ചോദിക്കാനോ പുള്ളി സമ്മതിക്കുന്നില്ല. പക്ക ഒരു മമ്മൂട്ടി ആരാധനാണ് കേട്ടോ. ശരിക്കും ഡൈഹാർഡ് മമ്മൂക്ക ലാലേട്ടൻ ഫാൻസിനെ കാണണം, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടാൽ മതി. ഇയാൾ പക്ക മമ്മൂക്ക ഫാനാണെന്നുള്ളത് ഒരു സംശയമില്ല. അയാളുടെ സംസാരത്തിൻ്റെ ടോണും അയാൾ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സമയവും ഇത് അയാളുടെ ഒരു മൂഡും കണ്ടറിയാം. ബാക്കി കണ്ടു നോക്കിയോ. രണ്ടാം ഭാഗം ഒന്നും നോക്കണ്ട, ഫസ്റ്റ് ഭാഗം തന്നെ ഓക്കെ മനസ്സിലായ. 2ാം ഭാഗത്തിന് വെയിറ്റിംഗില്ല, ഇതിലേക്ക് ക്ലോസ് ആണ്, കിട്ടില്ല പടം മച്ചാൻ, ഒരു രക്ഷയില്ല. ഇതാണ് ശരിക്കും ചിരി വന്നത്. അതായത് 2ാം ഭാഗം വരുമോ, 2ാം ഭാഗം നോക്കണ്ട. അതായത് 2ാം ഭാഗം വരുമോ എന്ന് അവർ ചോദിക്കുന്നത് ഇതിനെപ്പറ്റി ആരെങ്കിലും മോശം പറഞ്ഞുകൊണ്ടാണോ എന്നുള്ള ഒരു ഉൾക്കാഴ്ചയിലായിരിക്കണം പുള്ളി പറയുന്നത്. 2ാം ഭാഗം നോക്കണ്ട, ഫസ്റ്റ് ഭാഗം തന്നെ ഓക്കെയാണ്. എന്തിനാണ് 2ാം ഭാഗത്തിലേക്ക് പോകണം, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും അധികം ചോദിക്കണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ടോണാണ് കേട്ടോ ഇത്. 2ാം ഭാഗത്തിന് വെയിറ്റിംഗില്ല, ഇതിലേക്ക് ക്ലോസ് ആണ്, കിട്ടില്ല പടം മച്ചാൻ, ഒരു രക്ഷയില്ല. എത്ര കോടി അടിക്കും, ഒരു 100 ഒക്കെ വരും നേരെ. ഇതാണ് ഒരാള്. പിന്നെ വേറൊരാളെ കണ്ടായിരുന്നേ,
അപ്പോൾ പുതിയ ഒരെണ്ണം വന്നിരിക്കുകയാണ്, കിംബോയ് എന്ന എണ്ണം പറയണത്. പടം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പടം. ഈ കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. വെരി വെരി രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയാം. കറക്കിയടിക്കും ടർബോ, ചുഴറ്റിയടിക്കും ടർബോ, പിന്നെ ഇടിച്ച് തെറിപ്പിക്കും ടർബോ. അതാണ് ടർബോ. തുടക്കം മുതൽ ക്ലൈമാസ് ഒക്കെ വേറെ ലെവല്. പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം കിംബോയ് ആയിട്ടാ, കിംബോയ്. കിംബോയ്ക്ക് ഇഷ്ടമായി. പറന്നടിക്കും കിംബോയ്, ചുഴറ്റിയടിക്കും കിംബോയ്, തൂക്കിയടിക്കും കിംബോയ്. മാസ് സാധനം എഴുതി വെച്ചിരിക്കുന്നത്, വേറെ ലെവൽ സാധനം. ഒന്നും പറയാൻ ഇത് മൈക്കുമായിട്ട് നിൽക്കണമാർക്ക് അടിയിട്ട സാധ്യത കേട്ടോ. ഇത് എന്താണ് കേസെന്ന് മനസ്സിലായി. ഇങ്ങനെ അടിയാ. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് എവിടുന്ന് വന്നതൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വേറൊരാള് സൂപ്പർ സിനിമയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ടർബോ ജോസ് എന്ന് പറയാം, ജോസായിട്ട് അവതരിപ്പിച്ച ടർബോ സിനിമ, മമ്മൂക്കയുടെ അഭിനയം. ഇതിൽ കുറച്ച് ആൾക്കാർ ഈ ഒപ്പീനിയൻ പറയാൻ വരുന്നത്, ഈ സിനിമയുടെ റിവ്യൂ പറയുന്നത് ശരിക്കും അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ സർഫേസിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. ശരിക്കും സിനിമ കാണുന്നതല്ലാണ്ട് സിനിമയെപ്പറ്റി വലിയൊരു ധാരണ കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടോ എന്നറിയില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാകുന്നുണ്ട് ശരിക്കും. അത് പറയണ കേട്ടാൽ നമ്മളിപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഒട്ടുമിക്ക ആൾക്കാരും ഇവർക്ക് വലിയ സംഭവമൊന്നുമില്ല. ഇവർ അങ്ങനെ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിസിറ്റിയിലേക്ക് വരിക, അതിനുവേണ്ടി മാത്രം ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. കാര്യം എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിനൊക്കെ നന്നായിട്ട് പറയാനറിയാം. പക്ഷേ ഇവർ കാണിക്കുന്ന പോലെ ഒരു മടിയില്ലാണ്ട്, ഒരു എക്സ്പോസ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാരിലേക്ക് വരാത്തത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പുതിയതായിട്ട് വരുന്നതിൽ അവർക്ക് ഒരു മടിയില്ലാത്ത ആൾക്കാർ. അവർ കാണിക്കുന്ന പരിപാടികളെന്ന് പറഞ്ഞാൽ ആരായാലും ഇവർ വട്ടാണെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. പക്ഷെ അതൊക്കെ അവർ സഹിച്ച് നിൽക്കുന്നത് വരുന്നത് അതിൻ്റെതായ ഗ്രോത്ത് പ്രതീക്ഷിച്ചാണ്. പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഗ്രോത്ത് ഉണ്ട് നിലവിൽ. ഓക്കെ, അങ്ങനെ വന്ന ആൾക്കാരെല്ലാവരും നിലവിൽ അത്യാവശ്യം യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട്. അത്യാവശ്യ രീതിയിൽ അവർ സോഷ്യൽ മീഡിയ സർഫീസിൽ ഇപ്പം ഈ എന്താ പറഞ്ഞാൽ നല്ല രീതിയിലല്ലെങ്കിലും പ്രസിദ്ധി രണ്ട് രീതിയിലും, കുപ്രസിദ്ധിയിലൂടെയും ഫേമസ് ആകാമല്ലോ. ഓക്കെ, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് നാൾ മുന്നേ പറ്റിയൊരു ഐറ്റമാണത്. ഓക്കെ, കുപ്രസിദ്ധിയിലൂടെയും നമുക്ക് വലുതാകാം. ഓക്കെ, അപ്പോൾ അത് ഇവർ കാണിച്ചു തരുന്നതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. പിന്നെ ടോട്ടലി പറയുമ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഞാൻ മനസ്സിലാക്കിയത് ഒരു മോശം സിനിമയോ കാര്യങ്ങളൊന്നുമല്ല. സിനിമ ഹിറ്റ് സിനിമ തന്നെയാണ്, സിനിമയാണ്. ഒത്തിരി ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്ടമാകാണ്ട് ആയെന്ന് പറയുന്നുണ്ട്. അത് ഈ സമീപകാലത്ത് ഉണ്ടാക്കിയ നമുക്കായിക്ക് വന്ന് ചേർന്ന കുറച്ച് ഇഷ്യൂസാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പുഴു എന്ന സിനിമയെ സംബന്ധിച്ച് വന്ന ഇഷ്യൂസും കൂടി കുറേ ആൾക്കാർ കുറച്ച് അഗ്രസീവായിട്ട് സിനിമയെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും പടം നല്ല സിനിമയാണ്, മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല സിനിമയാണ്. ഒരു മാസ് സിനിമ. കാര്യം മമ്മൂക്കാൻ്റെ മാസ് സിനിമ ആയിട്ട് ഒത്തിരി കാലമായി. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 കോടിയൊക്കെ നേടും എന്നുള്ളത്. അറിയില്ല ഇനിയിപ്പോൾ 100 കോടിയൊക്കെ എത്രത്തോളം സാധ്യമാവും എന്നുള്ളത്. അത്ര വലിയ നല്ല അഭിപ്രായമൊന്നും ഇതിൻ്റെ സിനിമയെ ജെന്യുവിനായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്നും ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് പറഞ്ഞാൽ ഈ പറയുന്നത് പോലത്തെ ഒരു വലിയ മാസ് മസാല സിനിമയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത്, ഒട്ടുമിക്ക ആൾക്കാർ പറഞ്ഞത് ക്ലീഷയാണെന്നുള്ളതാണ്, സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു ജോണറാണെന്നുള്ളതാണ്. അവസാനത്തെ കുറച്ച് ആ ഫൈറ്റ് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു അവസാനത്തെ കുറച്ച് സീനുകൾ അതല്ലെങ്കിൽ പെട്ടുപോയിനെന്നുള്ളതാണ് പലരും സംസാരിക്കുന്നത്. എന്തായാലും സിനിമ നല്ല സിനിമ തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയനിലൂടെ നമുക്ക് മനസ്സിലാവും. അത്രേ പറയാനുള്ളൂ.